മനസ്സിലുള്ള ആശയങ്ങളെ സൃഷ്ടികളാക്കാൻ പരിമിതികൾ തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഒരു 1ാം ക്ലാസ്സുകാരൻ. ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുക്കലും അവന്റെ രചനകളെത്തി. പിന്നാലെ മന്ത്രിയുടെ പ്രശംസയും. കാഴ്ച പരിമിതികൾ മറികടന്ന രചനകൾ നടത്തുന്ന അമീനെ പരിചയപ്പെടാം. മനസ്സിലുള്ള ആശയങ്ങൾ കടലാസിലാക്കാൻ പരിമിതിയൊന്നും അമീന് തടസ്സമായില്ല. കഥകളായും ചിത്രങ്ങളായും കുട്ടിക്കവിതകളായും അവനവ കുറിച്ചിട്ടു. ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ അടുക്കലേക്കും ആ രചനകളെത്തി. പിന്നാലെ അമീൻ ആശംസ അറിയിച്ച് മന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റും വന്നു. അമീൻ മിടുക്കനായി വളരൂ. സുൽത്താൻപേട്ട GLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് KN അമീൻ. 95% കാഴ്ച പരിമിതിയുണ്ട്. 1 മീറ്റർ ദൂരത്തിലുള്ള വലിയ സാധനങ്ങളെ കാണുകയുള്ളൂ. പുസ്തകം കണ്ണിനോട് ചേർത്തുവെച്ച് പെൻസിൽ കൊണ്ടാണ് എഴുതുക. അതിനു മുകളിൽ പേന ഉപയോഗിച്ചെഴുതി അക്ഷരങ്ങളുടെ വലുപ്പം കൂട്ടും. അങ്ങനെ എഴുതിയാലേ അമീന് വായിക്കാനാവൂ. അമീൻ എഴുതിയ കഥകൾ എന്റെ കഥകൾ എന്ന പേരിൽ വിദ്യാലയം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അഭിമാനത്തോടെ പറയുന്നു. ഈ സ്കൂളിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമീൻ എന്ന കുട്ടി വളരെ പഠനത്തിലും മറ്റു പാഠ്യേതര വിഷയങ്ങളൊക്കെ വളരെ മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയാണ്. അവന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചെറിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയാണ്. എങ്കിലും അവനെ അതിജീവിച്ചുകൊണ്ട് അവൻ എല്ലാ മേഖലയിലും നല്ല കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അവൻ രചിച്ച കഥകൾ, അതുപോലെ കവിതകൾ, മറ്റു സൃഷ്ടികൾ എല്ലാം കൂടി ക്ലാസ് ടീച്ചർ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ഞങ്ങളെ സ്കൂളിൻ്റെ മികവുത്സവത്തിൽ അത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ സ്കൂളിന് അഭിമാനമാണ്. എല്ലാവിധ ആശംസകളും അമീന് നേരുന്നു. അധ്യാപിക സക്കീറ ഭാനുവാണ് സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗമായ TP കലാധരന് അമീന്റെ രചനകൾ അയച്ചു കൊടുത്തത്. അദ്ദേഹം മന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും മന്ത്രി സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയുമായിരുന്നു. ചിത്രം കാണിച്ചു കൊടുക്കുമ്പോൾ അമീൻ ഭാവനയിലൂടെ കഥകൾ പറയും. ഒരിക്കൽ പറഞ്ഞുകൊടുത്താൽ അവനത് ഓർത്തുവെക്കും. ഒഴുക്കോടെ മലയാളവും ഇംഗ്ലീഷും സംസാരിക്കുമെന്ന് അധ്യാപകർ പറയുന്നു. എൻ്റെ ക്ലാസ്സിലെ മിടുക്കനായൊരു കുട്ടിയാണ് അമീൻ. അവന് ചെറിയൊരു കാഴ്ച വൈകല്യമുണ്ട്. എങ്കിലും അവൻ എല്ലാ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും എഴുതുകയും വായിക്കുകയും ചെയ്യുന്നു. അവൻ സ്വന്തമായി പല രചനകളും നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂൾ നാളെ പഠനോത്സവത്തിന് അത് പുസ്തകമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ രചനകൾ കണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. വളരെയധികം ഞങ്ങൾക്ക് അവനെക്കുറിച്ച് അഭിമാനമുണ്ട്. യാക്കര സ്വദേശി അഡ്വക്കേറ്റ് നൌഫലിന്റെയും ഷാഹിദയുടെയും 3 മക്കളിൽ ഇളയവനാണ് അമീൻ. മുഹമ്മദ്, യാസിൻ എന്നിവർ സഹോദരന്മാരാണ്.